ഉത്തർപ്രദേശിലെ ബി.ജെ.പിയിൽ ഭിന്നത തുടരുന്നതിനിടെ പാർട്ടിയെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നേതാക്കൾ നടത്തരുതെന്ന് നിർദ്ദേശം. കേശവ് പ്രസാദ് മൗര്യ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കാണ് നേതൃത്വം ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആരും പാർട്ടിക്ക് അതീതരല്ല എന്ന് മൗര്യ എക്സിൽ അഭിപ്രായപ്പെട്ടതിന് പിന്നാലെയാണ് ഈ നിർദ്ദേശം. ബി ബാലഗോപാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബാലു, ഈ ലോക്സഭാ ഇലക്ഷൻ തിരിച്ചടി അത് ഏറ്റവും കൂടുതൽ റിഫ്ലക്ട് ചെയ്ത ഒരു സംസ്ഥാനം ഒരുപക്ഷെ UP ആയിരിക്കും. ഇപ്പോൾ കേശവ് പ്രസാദ് മൗര്യ പറഞ്ഞ പല പരാമർശങ്ങളും, പ്രത്യേകിച്ചും സർക്കാരല്ല സംഘടനയാണ് വലുത്, അതിനെ തുടർന്നുള്ള ഭിന്നതയും അഭിപ്രായ പ്രകടനങ്ങളുമാണോ ഈ ഒരു നിർദ്ദേശത്തിലേക്ക് ഇപ്പോൾ നേതൃത്വം ആ തരത്തിലൊരു നിർദ്ദേശം എടുക്കാൻ കാരണം? തീർച്ചയായും കേന്ദ്ര നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും നിർണായകമായ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് ഈ ഉത്തർപ്രദേശിലെ BJP ഘടകം. അതുകൊണ്ടാണ് ഈ ഉത്തർപ്രദേശിലെ BJP ഘടകത്തിലെ ഭിന്നതകൾ പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുകൾ ഇപ്പോൾ BJP കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇതിന്റെ ആദ്യ പടിയായാണ് ഇപ്പോൾ സംസ്ഥാന നേതാക്കളോട് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തരുതെന്ന് BJP കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേശവ് പ്രസാദ് മൗര്യ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേശവ് പ്രസാദ് മൗര്യ കഴിഞ്ഞ ദിവസം ഈ പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഈ സംഘടനയാണ് വലുതെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ അദ്ദേഹം ഇന്നലെ എക്സിൽ കുറിച്ചത് ആരും പാർട്ടിക്ക് അതീതരല്ല, അതുപോലെ തന്നെ ഈ പാർട്ടി പ്രവർത്തകരുടെ വേദന തന്റെ കൂടി വേദനയാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ഇത്തരത്തിലൊരു നിർദ്ദേശം BJP കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്നത്. ഈ യോഗി ആദിത്യനാഥിന്റെ ശൈലിക്കെതിരെ, അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിക്കെതിരെ കേശവ് പ്രസാദ് മൗര്യയും അതുപോലെ തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരിയും പാർട്ടി കേന്ദ്ര നേതൃത്വത്തിനോട് പരാതി പറഞ്ഞു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ യോഗി ആദിത്യനാഥ് ഇതിലൊന്നും തന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന തരത്തിൽ പാർട്ടി ഉടൻ തന്നെ നേരിടാൻ, ഉത്തർപ്രദേശിൽ ഉടൻ തന്നെ നടക്കാൻ വേണ്ടി പോകുന്ന 10 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ